കേരള പി.എസ്.സി പരീക്ഷകളിൽ ക്ലോക്ക് എന്ന ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യവും അതിന് ട്രിക്കുമാണ് നമ്മളത് പറയുന്നത്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ, അതായത് പേനയോ പേപ്പറോ ഒന്നും യൂസ് ചെയ്യാതെ വളരെ പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സ് ആൻസർ പറയാൻ പറ്റുന്നുവെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. ചോദ്യത്തിലേക്ക് വരാം. സമയം 1 മണിയാണ് എങ്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എന്ത് എന്നുള്ളതാണ് ചോദ്യം. വളരെ പെട്ടെന്ന് ആൻസർ കിട്ടുന്നുവെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യുക. ഇനി എങ്ങനെ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാവുന്ന ട്രിക്ക് ഒന്ന് നോക്കാം. അപ്പൊ ഇവിടുത്തെ ചോദ്യം 1 മണിക്ക് എത്രയായിരിക്കും മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, 1 മണിയായാലും 2 മണിയായാലും 3 മണിയായാലും 4 മണിയായാലും, അതായത് ഇതുപോലുള്ള ഒരു റൗണ്ട് ഫിഗർ വരികയാണെങ്കിൽ 5 മണി 6 മണി ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിന്റെ ഒക്കെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മൾ ഇതിനെല്ലാം ഒരു 30 കൊണ്ടങ്ങ് ഗുണിച്ചു കൊടുത്താൽ മതി. എല്ലാത്തിനെയും 30 കൊണ്ട് ഗുണിച്ചു, നിങ്ങൾക്ക് അറിയാമായിരിക്കുന്ന സിമ്പിൾ ട്രിക്ക് ആയിരിക്കും. 30 കൊണ്ട് ഗുണിച്ചു കൊടുത്താൽ മതി. അപ്പൊ എന്താ പറയുക, 1x30 30 എന്ന് പറയുന്നത് 30 ഡിഗ്രി എന്ന് വരും. 2x30 60 ഡിഗ്രി എന്ന് വരും. 3x30 90 ഡിഗ്രി എന്ന് വരും. 4x30 120 ഡിഗ്രി എന്ന് വരും. ഇനി ഇത് പോയി അങ്ങോട്ട് പോയതിനു ശേഷം ഇത് 7 മണിയാണ് ചോദിക്കുന്നതെങ്കിലോ, 7 മണി ചോദിക്കുമ്പോൾ 7x30 210 3x21 അല്ലേ 210 ഡിഗ്രി എന്ന് കിട്ടും. എങ്കിൽ 210 ഡിഗ്രി എഴുതാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യും, 180നേക്കാൾ കൂടുതൽ വരുന്ന എല്ലാ കോണളവുകൾ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, അതിനെ 360 നിന്നും കുറച്ച് എഴുതും. അതായത് 360 മൈനസ് 210, അതായത് നമുക്ക് 150 ഡിഗ്രി എന്ന് കിട്ടും. അത് മാത്രം നമ്മൾ ഓർമ്മിച്ചുകൊണ്ടാൽ മതി. അപ്പൊ സിമ്പിൾ ആണ് ട്രിക്ക്. എന്തായാലും നിങ്ങൾക്ക് നേരത്തെ ഉത്തരം കിട്ടിയെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തേക്കാം.